ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവന്മാരും ധാർതരാഷ്ട്രന്മാരും അസ്ത്രജ്ഞരായി ഗുരുദക്ഷിണയ്ക്കുള്ള സമയമായെന്ന് ചിന്തിച്ച് ദ്രോണർ ശിഷ്യരെയൊക്കെ അടുത്തു വിളിച്ച് ഗുരുദക്ഷിണയാകുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു. ദ്രോണാചാര്യർ പറഞ്ഞു, ഹേ ശിഷ്യരെ, ഗുരുദക്ഷിണ നൽകേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ പഠിപ്പൊക്കെ പൂർത്തിയായി. ഇനി നിങ്ങൾ ഗുരുദക്ഷിണ നൽകാനുള്ള സമയമാണ്. പാഞ്ചാല രാജാവായ ദ്രുപദനെ പോരിൽ ജയിച്ച് പിടിച്ചു കെട്ടി നിങ്ങൾ കൊണ്ടുവന്ന് തരണം. അതാണ് എനിക്ക് വേണ്ട ഗുരുദക്ഷിണ. എന്നാൽ നിങ്ങൾക്ക് നന്മ വരും. അപ്രകാരം തന്നെ എന്ന് പറഞ്ഞ് പാണ്ഡവരും കൗരവരും ആയുധങ്ങളെല്ലാം എടുത്ത് ആചാര്യനൊത്ത് പാഞ്ചാല രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. ദുര്യോധനൻ, കർണൻ, യുയുത്സു, ദുശാസനൻ, വികർണൻ, ജലന്ധൻ തുടങ്ങി എല്ലാവരും ഞാൻ മുമ്പ് എന്ന് തിക്കിത്തിരക്കി അശ്വപ്പടയോടുകൂടെ ആ പാഞ്ചാല നഗരത്തിൽ പ്രവേശിച്ച് രാജവീതിയിലെത്തി യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചു. എന്നാൽ ഈ സമയത്ത് ദ്രോണാചാര്യരെടുത്ത് അർജുനൻ പറഞ്ഞു, ഇവരുടെ വീരപരാക്രമങ്ങളൊക്കെ ഞാൻ ആദ്യമൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അരവിളിപ്പാടകലെ മാറി നിന്നു. കൗരവന്മാർ പാഞ്ചാല രാജാവുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അസംഖ്യ ശംഖനാദവും പെരുമ്പറ ശബ്ദവും മദ്ദളങ്ങളുടെ ഘോഷങ്ങളും ആ പാഞ്ചാല നഗരത്തിൽ മുഴങ്ങി. ദുര്യോധനൻ, കർണൻ തുടങ്ങിയവരെ അലാത ചക്രഭ്രമണം പോലെ അമ്പെയ്തു മൂടി. ആ പാഞ്ചാല രാജ്യത്തിലുള്ള നാട്ടുകാരെല്ലാം ഓടിവന്ന് കൗരവന്മാരെ ഇടിവെട്ടും വിധം പ്രഹരിച്ചു. തങ്ങളെ കൊണ്ടാകും വിധം കൗരവരും തിരിച്ചടിക്കുന്നുണ്ട്. എന്നാൽ പിടിച്ചു നിൽക്കാനാകാതെ കൗരവർ പാണ്ഡവരുടെ അടുത്തേക്ക് ഓടി. പിന്നീട് ദ്രുപദ രാജാവുമായി യുദ്ധം ചെയ്യുന്നത് അർജുനനാണ്. അർജുനൻ അമ്പെടുക്കുന്നതും തൊടുക്കുന്നതും എയ്യുന്നതും തമ്മിലുള്ള ഇട പോലും ആരും കാണുന്നില്ല. അർജുനന്റെ അതിതുല്യമായ പ്രയോഗവൈദഗ്ധ്യം കാണികളിൽ ആശ്ചര്യമുളവാക്കി. ഭീമനും തന്നെത്താൻ കഴിയുന്ന വിധം ആനപ്പടയിൽ ഗദയുമായി കയറി ഗജയൂഥത്തെ അന്തകൻ എന്ന പോലെ അടിച്ചു വീഴ്ത്തി. ദ്രുപദ രാജാവും ഒട്ടും മോശമായിരുന്നില്ല. ശീഘ്രകാരിയായ ആ ദ്രുപദനെ അനേക രൂപനായി യുദ്ധം ചെയ്യാനുള്ള കഴിവ് ദ്രുപദ രാജാവിനും ഉണ്ടായിരുന്നു. അർജുനൻ അത്യുഗ്രമായി പോരാടി പാഞ്ചാല രാജാവിൻ്റെ വില്ലറുത്ത് കൊടിയും വീഴ്ത്തി അമ്പുകൊണ്ട് അശ്വങ്ങളെയും സൂതനെയും എയ്തുമുറിച്ചു. സർപ്പത്തെ പിടിക്കുന്ന ഗരുഡൻ എന്ന പോലെ അവനെ പിടിച്ച് ബന്ധിച്ചു. ആ പാഞ്ചാല രാജ്യത്തെ നാട്ടുകാരെല്ലാവരും കാണെ ബാഹുവീര്യം കാട്ടുമാറ് ധനഞ്ജയൻ അർജുനൻ അട്ടഹാസം ചെയ്ത് പുറപ്പെട്ട് അർജുനൻ ദ്രുപദനെ പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ട കുമാരന്മാർ അവരുടെ കയ്യൂക്കു കാട്ടുവാൻ രാജാവിൻ്റെ പട്ടണം തകർത്തു. വംശജർക്ക് പണ്ടേ ബന്ധുവാണ് ദ്രുപദ രാജാവ്. അതുകൊണ്ട് തന്നെ അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ, യുദ്ധം മതിയാക്കൂ. അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ഇനി നാം കൊല്ലരുത്. ദ്രുപദ രാജാവിനെ കൊണ്ടുപോയി ഗുരുദക്ഷിണ നൽകുക, അതാണല്ലോ നമ്മുടെ ദൗത്യം. ദ്രുപദ രാജാവിനെ കെട്ടിയിട്ട് ദ്രോണാചാര്യർക്കായി കാഴ്ചവെച്ചു അർജുനൻ. ധനം നഷ്ടപ്പെട്ട്, തൻ്റെ രാജ്യം നഷ്ടപ്പെട്ട്, രാജപദവി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ദ്രുപദനെ നോക്കി ദ്രോണർ പറഞ്ഞു, ഹേ ദ്രുപദ, ഞാൻ അങ്ങയുടെ നാടും നഗരവും തോൽപ്പിച്ച് സ്വന്തമാക്കി. ഇപ്പോൾ അങ്ങയുടെ ജീവനും എൻ്റെ അധീനതയിലാണ്. ഇപ്പോൾ അങ്ങ് ഓർക്കുന്നുണ്ടോ, പണ്ട് ഈ സഖിയായിരുന്ന എന്നെ അങ്ങ് ഓർക്കുന്നുണ്ടോ? ദ്രുപദ, എന്നെ ഭയക്കേണ്ടതില്ല. ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷമയുള്ളവനാണ്. അന്ന് പണ്ട് ഗുരുവിൻ്റെ ആശ്രമത്തിൽ വെച്ച് നാം ചെറുപ്പത്തിൽ ഒന്നായി ചേർന്ന് കളിച്ചു വളർന്ന ആ കാലത്തിൻ്റെ മധുരസ്മരണ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നോടുള്ള സ്നേഹവും പ്രീതിയും എന്നിൽ വർദ്ധിച്ചു തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയുകയാണ് ദ്രുപദ, ഇപ്പോൾ രാജാവല്ലാത്ത അങ്ങേക്ക് രാജാവാകാൻ ഞാനൊരു അവസരം തരാം. പാഞ്ചാല രാജ്യത്തിൻ്റെ വടക്ക് ഭാഗം ഞാൻ ഭരിക്കും. അവിടുത്തെ നാഥൻ ഇനി ഞാനാണ്, അതെൻ്റെ സ്വന്തമാണ്. എന്നാൽ തെക്ക് ഭാഗം അങ്ങേക്ക് ഭരിക്കാം. അങ്ങേക്ക് സ്വന്തമായി രാജാവായി അവിടെ വാഴാം. സമ്മതമാണോ? ദ്രുപദൻ പരിപൂർണ സമ്മതത്തോടുകൂടെ അത് സമ്മതിക്കുകയായിരുന്നു. ഇത് കേട്ടതും ദ്രോണൻ ദ്രുപദ രാജാവിനെ കെട്ടഴിച്ചു വിട്ടു. ദ്രുപദ രാജാവ് അവിടെ പോയി സ്വസ്ഥമായി രാജാവായി വാണെങ്കിലും തനിക്ക് പറ്റിയ ആ തോൽവി പാഞ്ചാല രാജാവ് മറന്നില്ല.
ദ്രോണനാൽ അപമാനിക്കപ്പെട്ടത്. ദ്രോണൻ്റെ ആ പകയെ ഓർത്ത് ഹൃദയം നീറി കഴിയുകയായിരുന്നു ദ്രുപദ രാജാവ് ചിന്തിച്ചു, തനിക്ക് ബ്രഹ്മമാകുന്ന ബലം ഇല്ലാത്തത് കൊണ്ടാണ് ആ ബ്രാഹ്മണനോട് തോൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് പാഞ്ചാല രാജാവ് തനിക്കൊരു പുത്രനുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പല പുണ്യസ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെയിരിക്കെ ഹസ്തിനാപുരിയിൽ ധൃതരാഷ്ട്രർ പാണ്ഡവരിൽ ഏറ്റവും മൂത്തവനായ യുധിഷ്ഠിരനെ യുവരാജാവായി വാഴിച്ചു. ഭൃത്യന്മാരിൽ ദയ, ദൃഢമായ സ്നേഹം എന്നിവയെല്ലാം യുധിഷ്ഠിരനിൽ ഒത്തുചേർന്നിരുന്നു. ബൃഹസ്പതിയിൽ നിന്ന് ധനുർവേദവും പഠിച്ചു അർജുനൻ. ഗന്ധർവന്മാരുടെ ആക്രമണത്തിൽ കുലുങ്ങാതെ 3 വർഷം യാഗം ചെയ്ത സൗരവീരൻ കൂടി അർജുനനോടേറ്റ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പാണ്ഡുരാജാവിനെ അധീനപ്പെടുത്തുവാൻ പണ്ടു കഴിയാതിരുന്ന വീരനായ യവന രാജാവിനെ അർജുനൻ കീഴ്പ്പെടുത്തി. കൗരവന്മാരോട് ധിക്കാരം കാണിച്ചിരുന്ന ഗർവിയായ വിപുലൻ എന്ന സൗരവീരൻ അർജുനനോട് പോരാടി വികലനായി മരിച്ചു. പോരിൽ വീര്യവാനായ ദത്താമിത്രൻ എന്നു പേരായ സൗമിത്ര സൗവീര്യൻ്റെ ഗർവും അർജുനൻ അസ്ത്രം കൊണ്ടടക്കി നിർത്തി. കിഴക്കൻ രാജ്യങ്ങളിലെ രാജാക്കന്മാരെയെല്ലാം കീഴടക്കി. അപ്രകാരം തെക്കേ ദിക്കിലും ജയിച്ച് കുരുരാജ്യത്തിന് ധാരാളം ധനം അർജുനൻ ഹസ്തിനാപുരിയിലേക്ക് എത്തിച്ചു. അങ്ങനെ അവരുടെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി വലുതായി. പാണ്ഡവന്മാർ അങ്ങനെ മഹാത്മാക്കളായി വിളങ്ങി. ബില്ലാളി വീരനായ പാണ്ഡവന്മാരെ പറ്റി മാലോകർ പ്രശംസിക്കുന്നത് കേട്ട് ധൃതരാഷ്ട്രൻ സന്തോഷമാകുകയല്ല ചെയ്തത്, നേരെ മറിച്ച് ദുഃഖമാണ് ഉണ്ടായത്. ആ രാജാവിൻ്റെ ഭാവം പാണ്ഡവന്മാരിൽ വിപരീതമായി കണ്ടു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സ് ദുഷിച്ചു, ആദി വർദ്ധിച്ചു. വിചാരം മൂത്ത് ധൃതരാഷ്ട്രന് ഉറക്കം വരാതെയായി. തൻ്റെ മക്കളെക്കാൾ യോഗ്യന്മാരാണ് പാണ്ഡവർ എന്നറിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിൽ ദേഷ്യം വളർന്നു. രാജാവ് ഉപദേശം തേടുന്നത് മന്ത്രജ്ഞനും രാജനീതികളിൽ മികച്ച പണ്ഡിതനുമായ കണികൻ എന്ന മന്ത്രിയെ വരുത്തി ധൃതരാഷ്ട്രർ തൻ്റെ അഭിപ്രായങ്ങൾ പറയുകയാണ്. ഹരേ കൃഷ്ണ.